ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഈ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം തത്സത്. ഹരേ കൃഷ്ണ. ആധ്യാത്മിക രാമായണത്തിന്റെ 22ാമത്തെ ദിവസത്തിലോട്ട് നമ്മൾ കടക്കുമ്പോൾ ഹനുമാൻ ദേവൻ സീതാദേവിയെ അന്വേഷിച്ചിട്ട് വരികയാണ്. സീതാദേവിയെ കണ്ടു. ലങ്കാലക്ഷ്മിയുടെ അടുത്ത് കാവലിൽ സീതാദേവി അശോകവനത്തിൽ അശോകമരച്ചുവട്ടിന്റെ ചുവട്ടിൽ ഇരിക്കുന്ന ദുഃഖിതയായിട്ട് ഇരിക്കുന്ന രംഗമാണ് ഹനുമാൻ ഇവിടെ 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 നോക്കുവാണ്. അന്തഃപുരത്ത് നിന്ന് ആരോ വരുന്നു. ആരാണ്? ലങ്കാധിപൻ രാവണൻ. സീതയെ കാണാനുള്ള എഴുന്നള്ളത്താണ്. തികച്ചും രാജകീയം. ധാരാളം സ്ത്രീകൾ വലയം ചെയ്തിരിക്കുന്നു. ഹനുമാൻ ദേവൻ കാണുകയാണ് അവിടെ ഇരുന്നിട്ട്. ഹനുമാൻ ദേവൻ ഒളിച്ചിരിക്കുകയാണ്. എന്തൊരത്ഭുതം! നോക്കുമ്പോൾ രാവണനെ 10 തലകള്, 20 കൈകള്, അഞ്ജനവർണ്ണൻ, രാജകീയമായ ആടയാഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. ജയാരവും മുഴങ്ങി കേൾക്കാം. ശ്രീലങ്ക മുഴുവൻ സ്വർണ്ണ നഗരമായിരുന്നു ആ സമയത്ത്. സ്വർണം മൊത്തം സ്വർണ്ണമായിട്ടാണ്. വീടുകൾ വരെ സ്വർണം കൊണ്ടായിരുന്നു. രാവണൻ സീതയുടെ സമീപത്തെത്തി. സീതാദേവി മുഖം താഴ്ത്തി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് മുഴുവൻ തന്റെ കാന്തനിൽ ശ്രീരാമനെ ചന്ദ്രനിൽ അർപ്പിച്ച് ദേവി ഇരിക്കുകയാണ്. വളരെ സുന്ദരി. തന്റെ മനസ്സിനുള്ളത് ഇനിയെങ്കിലും തുറന്നു പറയാം. ഒന്നും മറച്ചു വെക്കേണ്ട. രാമൻ ഇനി വന്ന് രാവണനെ വധിക്കുമെന്നും കരുതണ്ട എന്ന് രാവണൻ ചിന്തിക്കുകയാണ്. ഇപ്പോൾ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇതുവരെ എത്തി നോക്കിയോ? രാവണൻ സീതയോട് അങ്ങനെയൊക്കെ പറഞ്ഞു. എങ്കിലും വെളുപ്പിന് സീതാദേവി കണ്ട ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്ന് വെളുപ്പിന് രാവണൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്നും ഭയപ്പെടുന്നുണ്ട്. എന്താണ് സ്വപ്നം? രാമസന്ദേശവും ഉണ്ട്. ഒരു വാനരൻ വന്നു. മായാവിയായ ഒരു വാനരൻ അശോകവനത്തിലെ വൃക്ഷാഗ്രത്തിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. സ്വപ്നമാണ്. ഹനുമാൻ ദേവൻ ആൾറെഡി ഉണ്ട് അവിടെ. രാവണൻ ചുറ്റും നോക്കി. ആരും ഇവിടെ. രാവണൻ കണ്ട സ്വപ്നമാണ്. അപ്പം രാവണന്റെ ആ സമയത്ത് രാവണന്റെ ഇടതു തുടകളല്ലേ തുടിച്ചത് സുമാജി? ഇല്ലേ? ഇടതു തുട. അപ്പൊ ആണുങ്ങളുടെ ഇടതു തുട തുടിച്ചു കഴിഞ്ഞാൽ അപശകുനമാണെന്നും സ്ത്രീകളുടെ വലതു തുട തുടിച്ചു കഴിഞ്ഞാൽ അപശകുനമാണെന്നുമാണ് നമ്മുടെ അല്ലേ? അപ്പം രാവണന്റെ ഇടത് തുട ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുന്നു. സ്വപ്നം കണ്ടു. ഹനുമാൻ ഒരു വാനരം വന്ന് നിൽക്കുന്നു. ഇടത് കണ്ണാണോ? സ്വപ്നം കണ്ടതാ. ഇടത് കണ്ണ് തുടിക്കാന്നാ പറഞ്ഞത്. ഇടത് കണ്ണ്, ഇടത് തൊട, അങ്ങനെ. രാവണൻ ചുറ്റും നോക്കി. ആരും എവിടെയും ഇല്ല. അത് സ്വപ്നം മാത്രമാണ്. ഇനി തന്റെ ശ്രദ്ധയിൽപ്പെടാതെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ? അവൻ സീതയോട് താൻ പറയുന്നൊന്ന് കേൾക്കട്ടെ. പകുതി ഭയമുണ്ട്. ഭയം കൊണ്ട് പറയുന്നതാണ്. കംസൻ 8ാമത്തെ പുത്രനെ കണ്ട് അവതരിക്കും എന്ന് അശ്ലീരി കേട്ട് ഭയന്നതുപോലെ. അത് രാമൻ അറിയുമല്ലോ. രാവണൻ സംസാരം തുടർന്നു. രാമൻ കാടന്മാരുടെ ഇടയിൽ കഴിയുകയാണ്. ചിലപ്പോൾ വന്നേക്കാം, കണ്ടേക്കാം. നീ ഇഷ്ടപ്പെടുന്നുവെങ്കിലും ഉണ്ടെങ്കിലും നിന്നെ അവന് വലിയ താല്പര്യമൊന്നുമില്ല.
രാമന്റെ ഹൃദയത്തിൽ നിനക്ക് സ്ഥാനമില്ല. നിന്റെ മഹിമ അവൻ അറിയുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ഗതി വരുമോ? രാമനെ കുറിച്ചുള്ള ദുരപവാദം കേട്ട് സീത തളർന്നു. രാവണൻ സംസാരം നിർത്തുന്നില്ല. സീതയോട് തുറന്നു ചോദിക്കാൻ തന്നെ വന്നിരിക്കുകയാണ്. സീത രാവണനെ സ്വീകരിക്കുകയാണെങ്കിൽ 3 ലോകത്തുള്ളവരുടെയും സ്വാമിനിയായി തീരും. രാവണൻ എല്ലാവരുടെയും നാഥനാണ്. ദേവകൾ പോലും പേടിക്കുന്നു. അതുകൊണ്ട് സീതയെ ഭാര്യയാക്കണമെന്നാണ് രാവണന്റെ ആഗ്രഹം. രാവണന്റെ പ്രണയാഭ്യർത്ഥനയും അങ്ങനെ. രാവണന്റെ ദുരാഗ്രഹങ്ങൾ കേട്ട് സീത അമർഷത്തോടെ അടുത്ത് നിന്ന് ഒരു പുൽക്കൊടി പൊട്ടിച്ചിട്ട് മുമ്പിലിട്ടു. പതിവ്രതയായ സ്ത്രീ ചെയ്യുന്ന ഒരു ഇതാണ് നോക്കുന്നു. ഒരു പുൽക്കൊടി പൊട്ടിച്ച് മുമ്പിലിട്ടു. ലോകാധിപനായ രാവണൻ തന്റെ ദൃഷ്ടിയിൽ പുല്ലാണെന്ന അർത്ഥത്തിൽ മോഷ്ടിക്കുന്നവൻ വീരനോ ധീരനോ പറയൂ. രാമനെ പേടിച്ചിട്ടല്ലേ ഭിക്ഷുവേഷം കെട്ടിയത്? സീതാദേവി ചോദിക്കുന്നു. പട്ടി യാഗശാലയിൽ വന്ന് ഹവിസ് കട്ടുകൊണ്ടുപോകുന്ന പോലെ തന്നെയാണല്ലോ നീ എന്നെ അപഹരിച്ചു കൊണ്ടുപോയത്? സീതാദേവി ചോദിക്കുന്നതാണ്. രാമനെ അറിയാൻ നീ പോകുന്നതേയുള്ളൂ. രാമൻ അമാനുഷ്യനാണ്. രാമബാണമേറ്റ് ശരീരം നുറുങ്ങുമ്പോൾ മാത്രമേ ശ്രീരാമചന്ദ്രനെ നീ അറിയൂ. എല്ലാ ദുഷ്കർമ്മങ്ങളുടെയും ഫലം നീ അനുഭവിക്കും. എനിക്കുറപ്പുണ്ട് സമുദ്രം കടന്ന് രാമനെത്തും. ഹേ രാക്ഷസധവാ, നീയും നിന്റെ വംശത്തെയും വകവരുത്തും. ലങ്ക ചുട്ടുകരിക്കും. അഹന്ത കൊണ്ട് ഞെളിയരുത്. ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. സീതാദേവി രാവണനെ ഓർമ്മിപ്പിക്കുക. സീതയുടെ വാക്ശരങ്ങൾ രാവണനെ കോപാകുലനാക്കി. വാളെടുത്ത് സീതയെ വെട്ടാൻ പാഞ്ഞെടുത്തു. രാവണപത്നി മണ്ഡോദരി രാവണന്റെ കൈക്ക് പിടിച്ച് തടഞ്ഞു. ദുഃഖിതയും അനാഥയുമായ ഒരു സ്ത്രീയെ കൊല്ലരുത്. അന്തപുരത്തിൽ എത്രയോ സുന്ദരിമാരുണ്ട്. അവരൊക്കെ അങ്ങേ സ്നേഹത്തോടെ വരിക്കുന്നില്ലേ? പിന്മാറൂ. രോഷം കൊണ്ട രാവണൻ മണ്ഡോദരിയുടെ നിർബന്ധത്തിന് വഴങ്ങി. വാള് ഉറയെ തന്നെ ഇട്ടു. വികൃതമുഖികളായ രാക്ഷസികളോട് രാവണൻ കൽപ്പിച്ചു സീതയെ വശത്താക്കണം. അവസാനം മണ്ഡോദരിയുടെ ഉപദേശം കേട്ട് രാവണൻ മാറിയിട്ട് രാവണൻ മണ്ഡോദരിയുടെ അടുത്ത് പറയാണ്, മറ്റുള്ള സ്ത്രീകളുടെ അടുത്ത് പറയാണ്, നീ സീതയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വശത്താക്കണം. അതിന് ഏത് മാർഗവുമാകാം. ഭീഷണിയാകാം, പ്രലോഭനമാകാം, ഉപദേശമാകാം. 2 മാസം ഞാൻ സമയം തരാം. അവൾ തനിക്ക് വശത്തായാൽ സുഖിച്ച് രാജ്യം അനുഭവിക്കും. 2 മാസം കഴിഞ്ഞിട്ടും അവൾ വശംവതയല്ലെങ്കിൽ അപ്പോൾ അവളെ കൊന്ന് തനിക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കുക. രാക്ഷസനാണ്, മാംസം ഭക്ഷിക്കും, ഭക്ഷിക്കും. രാവണന്റെ മൃഗീയതയോട് പകരം ചോദിക്കാൻ രാമബാണത്തിനെ കഴിയൂ. സീത പുണ്യമുഹൂർത്തം സമാഗതമാകാൻ മനംനൊന്ത് പ്രാർത്ഥിച്ചു. രാവണൻ അന്തപുരത്തിലേക്ക് മടങ്ങി. കാവൽക്കാരികളിൽ സൽഗുണസമ്പന്നയായ ഒരു രാക്ഷസിയാണ് ത്രിജട. അവൾ സീതയ്ക്ക് ആശ്വാസം നൽകുന്നവളാണ്. രാക്ഷസിമാർ രാവണന്റെ ആജ്ഞ അനുസരിച്ച് സീതയെ പീഡിപ്പിക്കുമ്പോൾ ത്രിജട പലപ്പോഴും അവരെ വിലക്കിയിരുന്നു. സീത ലക്ഷ്മി ദേവിയുടെ അവതാരമാണെന്നും അവരെ മ്യൂട്ടല്ലേ പ്രഭു? മ്യൂട്ടായി പോയി. അതാണ് ഞാൻ നോക്കിയപ്പോ എന്തോ ഒരു മൈക്ക് തെളിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മ്യൂട്ടായി പോകുന്നുണ്ടല്ലോ. ഇപ്പൊ 2ാമത്തെ പ്രാവശ്യം പ്രഭുണ്ട്. ആണോ? അറിഞ്ഞില്ലേ? കൈ അമർത്തിയതായിരിക്കും. കൈ അതിന്റെ മുകളിൽ വെച്ച് മ്യൂട്ട് ചെയ്തിട്ട് പ്രഭു അവിടെ സംസാരിക്കാൻ ഷാമിന്റെ അടുത്തെന്ന് വിചാരിച്ചു. അല്ല കൈ അറിയാതെ തട്ടിപ്പോയതാണെന്ന് തോന്നുന്നു. കണ്ടുപിടിക്കേണ്ട. ഇപ്പം ശ്രീരാമൻ അവരെ മണ്ഡോദരിയെ അടുത്തൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് ഇതിനിടയ്ക്ക് ത്രിജടയുണ്ട്. ത്രിജട മാത്രം സീതാദേവിയെ ശരിക്കും അറിഞ്ഞൊരു സ്ത്രീയാണ്. അവർ മറ്റുള്ളവരുടെ അടുത്ത് പറയും, ഇങ്ങനൊന്നും പെരുമാറരുത്, സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെയാണ്. അപ്പം ത്രിജട പലപ്പോഴൊക്കെ അവരെ വിലക്കിയിരുന്നു. സീതാ ലക്ഷ്മി ദേവിയുടെ അവതാരമാണെന്നും അവരെ നമസ്കരിക്കുകയാണ് വേണ്ടതെന്നും അവർ ഉപദേശിച്ചു. ശ്രീരാമൻ ഐരാവതത്തിന്റെ പുറത്ത് കയറി ലങ്കയിൽ വന്നു. കൂടെ അനുജൻ ലക്ഷ്മണനുമുണ്ട്. ലങ്ക ചുട്ടുപൊടിച്ച് രാവണനെ വധിച്ചു. സീതയെ കൂട്ടിക്കൊണ്ടുപോയി പർവ്വതത്തിന് നെറുകയിലെത്തി വിരാജിച്ചു. രാവണനോ എണ്ണ തേച്ച് വസ്ത്രമില്ലാതെ തലയോട്ടിക്കൊണ്ടുള്ള മാല ധരിച്ച് പുത്രന്മാരും പൗത്രന്മാരുമൊത്ത് ചാണകക്കുഴിയിൽ മുങ്ങി. വിഭീഷണനോ രാമനെ സേവിക്കുന്നു. രാമൻ രാവണനെ കൊന്ന് വിഭീഷണനെ രാജാവാക്കി സീതയെ കൊണ്ടുപോയി. വരാനിരിക്കുന്ന തുടക്കമല്ലേ ഈ സ്വപ്നമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? സ്വപ്നമാണ് കണ്ടത്. ത്രിജടയുടെ ചോദ്യം കേട്ടപ്പോൾ രാക്ഷസിമാർ ഒക്കെ ഭയമായി. ത്രിജട പറഞ്ഞ സ്വപ്നം സീതയെ രാക്ഷസിമാർ മാറി മാറി ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിന് ഒരറുതി വരുത്തുവാൻ ഈ സ്വപ്നകഥ ഉപകരിച്ചു. അപ്പം ത്രിജട അങ്ങനെ ഒരു സ്വപ്നകഥയൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ സീതാദേവിയുടെ ഉപദ്രവത്തിൽ നിന്ന് മാറ്റി നിർത്തി. സീതയ്ക്ക് ഉറക്കം വരുന്നില്ല. രാവണന്റെ ഭീഷണിയും രാക്ഷസിമാരുടെ പീഡനവും
മനസ്സിന്റെ സമനില തെറ്റിച്ചു. ചിലപ്പോൾ കരയും, ഏകാന്തത ഇഷ്ടപ്പെടും, രാമമന്ത്രം ഉരുവിടും. അസ്വസ്ഥത വർദ്ധിക്കുമ്പോൾ ജീവിതത്തിന് അർത്ഥമില്ലെന്നും മരിക്കണമെന്നും തോന്നും. മരിക്കാനുള്ള വഴികൾ ആലോചിക്കുമ്പോൾ മായാബന്ധങ്ങൾക്ക് അടിമപ്പെടും. മരിക്കണോ ജീവിക്കണോ? സീതയുടെ മനസ്സ് നീറിപ്പുകയാണ്. മനസ്സിന് സ്വസ്ഥത കിട്ടാൻ എന്ത് വേണം? രാമാ രാമാ എന്ന് ശ്രീരാമ മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഹരേ കൃഷ്ണ. നമ്മൾ 22ാമത്തെ ദിവസം എത്തുമ്പോൾ ഈ ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ആധ്യാത്മിക രാമായണത്തിൽ രാവണന്റെ പുറപ്പാട്. ഇനി പലവു മകളതിരിലോർത്തു കവിവര നീർ തിരിനേരമിരിക്കും ദശാന്തരേ. സുമാജി. ഹരേ കൃഷ്ണ. രാവണന്റെ പുറപ്പാട്. ഇതി പലവും അകതളിരിലോർത്തു കവിവരൻ ഇത്തിരി നേരം ഇരിക്കും ദശാന്തരേ. അസുരകുലവര നിലയനുത്തിൻ പുറത്തു നിന്ന് ആശു ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി. കിം ഇതമിതി സപതി കിസലയചയ നിലീനനായി കീടവദ്ദേഹം മറച്ചു മരുവിനാൻ. വിബുധകുലരിബുധശമുഖൻ വരവത്രയും വിസ്മയത്തോടു കണ്ടു കവി കുഞ്ചരൻ. അസുരസുര നിശിചരവരാംഗന വൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും. ദശവദനൻ അനവരതം അകതളിരിലുണ്ടു തൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വര. സകല ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു കണ്ടു ഞാൻ. നിശിതതര ശര ശകലിതാംഗനായി കേവലി നിർമ്മലമായ ഭഗവൽ പാദാംബുജേ. വരദനജൻ അമരും അമൃതാനന്ദ പൂർണമാം വൈകുണ്ഠരാജം എനിക്കെന്നു കിട്ടുന്നു. അതിനുപത സമയം ഇതി മനസ്സി കരുതി ഞാൻ അംബോജപുത്രിയെ കൊണ്ടുപോന്നിടിനേൻ. അതിനും ഒരു പരിഭവമൊടുഴറി വന്നീലവൻ. ആയുർവിനാശകാലം നമുക്കാഗതം ശിരസി മമ ലിഖിതമിക മരണ സമയം ദൃഢം. ചിന്തിച്ചു കണ്ടാൽ അതിനില്ല ചഞ്ചലം. കമലജനും അറിയരുത് കരുതും അളവേതുമേ കാലസ്വരൂപനാം ഈശ്വരൻ തന്മതം. സതതമകതളിരിൽ ഇവ കരുതി രഘുനാഥനെ സ്വാത്മനാ ചിന്തിച്ചിരിക്കവേ. കവികൾ കുലവരൻ അവിടെ ആശു ചെല്ലും മുമ്പേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ. രഘുജനക തിലകവചനേന രാത്രൗ വരും കശ്ചിൽ കവിവരൻ കാമാരുപാനുരൻ. കൃപയോടൊരു കൃമി സദൃശ സൂക്ഷ്മ ശരീരനായ കൃഷ്ണം പുരവരം അന്വേഷ നിശ്ചലം. തരുനിരവര ശിരസി വന്നിരുന്നാദരാൽ താർമകൾ തന്നെയും കണ്ടു രാമോദന്തം. അഖിലം അവളോട് ബധ പറഞ്ഞടയാളവും ആശു കൊടുത്തുടൻ ആശ്വസിപ്പിച്ചു പോം. അതു പൊഴുതിലവൻ അറിവതിനു ഞാൻ ചെന്നു കണ്ടു ആധി വളർത്തുവാൻ വാങ്മയസ്ത്രങ്ങളാൽ. രഘുപതിയോടതും അവന ശേഷം അറിയിച്ച രാമനും ഇങ്ങ് കോപിച്ചുടനെ വരും. രണശിരസി സുഖമരണം അതിനിശ്ചിതമായുള്ള രാമം ശരം ഏറ്റെനിക്കും വരും ദൃഢം. പരമഗതി വരുവതിന് പരമൊരുപദേശമാം പന്ഥാവ് ഇതു മമ പാർക്കയില്ലേതുമേ. സുരനിവഹം അതിബലം വശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചിരകാലമൊക്കണം. നിജ മനസ്സി ഫലവും ഇത് വിരവോട് നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ. കനകമണി വലയ കടകം അങ്കദ നൂപുരം കാശ്ചിമുഖം ആഭരണാരവം മന്ദിരേ. വിവശതര ഹൃദയമുടു കേട്ടു നോക്കും വിധം വിസ്മയം അമ്മാറു കണ്ടു പുരോ ഭുവി. വിഭുതരിഭു നിശിചര കുലാധിപൻ തൻ വരവത്രയും ഭീതയായി വന്നിരു സീതയും.
ഉരസിജവും ഒരു തുടകളാൽ മറിച്ചാതി പൂണ്ടുത്തമാങ്കം താഴ്ത്തിവേഭൂതാത്രിയായി നിജരമണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരെ ദശവദനൻ അയുഗശര പരവശതയാം സമം ദേവി സമീപേ തൊഴുതിരുന്നിടിനാൻ. രാവണന്റെ ഇച്ഛാഭാഗം. അനുസരണ മധുര രസവചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടു ചൊല്ലിടിനാൻ. ശൃണു സുമുഖി തവ ചരണ നളിനതസോസ്മിഹം ശോഭനാശീലേ പ്രസീദ പ്രസീദമേ. നിഖില ജഗദധിപം അസുരേശം ആലോക്യമാം നിന്നിലെ നീ മറഞ്ഞെന്തു തിരുന്നിടുവാൻ. ത്വരിതമതി മുതുകമൊടും ഒന്നു നോക്കിയിടുമാം തൊൽഗതാ മാനസൻ എന്നറിയതന്യ നീ. ഭവതി തവ രമണം അഭി ദശരഥ തനുജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലർക്കോഴടോ. പല സമയം അഖില ദിശി നന്നായി തിരകിലും ഭാഗ്യവതമഭി കണ്ടു കിട്ടാം പരം. സുമുഖി ദശരഥ തനേനാൻ നിനക്കേതുമേ സുന്ദരി കാര്യം ഇല്ലെന്നോ ധരിക്കനേ. ഒരു പുഴുതും അവന് പുനരൊന്നിലും ആശയില്ല, ഓർത്താലൊരു ഗുണമില്ലവനോ ഓമലേ. സുദൃഢം അനവരതം ഉപഗുഹനം ചെയ്കിലും സുചീരം അരികെ വസിക്കലും തവ ഗുണസമുദയം അലിവോട് ഭുജിക്കലും താൽപര്യം നിന്നിലില്ല അവനേതുമേ. ശരണം അവനോ ഒരുവരും ഒരിക്കലും ഇല്ലിനി, ശക്തിവിഹീനൻ വരികയും ഇല്ലല്ലോ. കിമപി നഹി ഭവതി കരണീയം ഭവതിയാൽ കീർത്തിഹീനൻ കൃതജ്ഞൻ തുലോ നിർമ്മമൻ. മതരഹിതൻ അറിയരുത് കരുതും അളവാർക്കുമേ. മാനഹീനൻ പ്രിയേ പണ്ഡിത മാനവാൻ നിഖിലവനചര നിവഹ മധ്യസ്ഥിതൻ. ഭ്രംശം നിഷ്കിഞ്ചന പ്രിയൻ ഭേദാത്മകൻ. ശോഭജനും ഒരു അവനിസുരവരനും അവനൊക്കും വിധം ഒക്കുമീ. ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ. ഭവതിയെയും ഒരു ശബര തരുണിയെയും ആത്മനാ പാർത്തു കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ. ഭവതിയെയും തളിരിൽ അവനിഹ മറഞ്ഞതു ഭർത്താവിനെ പാർത്തിരുന്നതോ ഇനി മതി. തൊയ് വിമുഖൻ അവൻ അനിശം അതിനു നഹി സംശയം. ദാസോഹം ഭജസ്വമാം. കരഗതം ഒരു അമലമണിവരം ഉടനുപേക്ഷിച്ചു കാചത്തെ എന്ത് കാക്ഷിക്കുന്നു ഇതോമലെ. സുരതനുജതി ഭുജക അപ്സരസോ ഗന്ധർവ സുന്ദരീ വർഗം പരിചരിക്കും മുതാം. നിയതമതിഭയസഹിതം. കന്നഡ കാണാല്ലേ പ്രഭു, അതാണ് പ്രശ്നം. ഇല്ല കുഴപ്പമില്ല, ക്ലാസ് കാണാനില്ല. വായിക്കാൻ എവിടെയോ പറ്റും. കൊണ്ടുവച്ചു. ഹരേ രാം. മീരാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിയതമതിഭയസഹിതമഭിത ബഹുമാനേന നീ മൽപരിഗ്രഹമായി മരുവീടുകിൽ കളയരുതു സമയമിക ചെറുതു വെറുതുമേ. മമ കാന്തേ കളത്രമായി വാഴ്ക നീ സന്തതം. കളമൊഴികൾ പലരുമിക വിടുപണികൾ ചെയ്യും അക്കാലനും പേടിയുണ്ടെന്നെ മനോഹരേ. പുരുഷഗുണമിക മനസ്സി കരുതു പുരുഹൂതനാൽ പൂജ്യനാം പുണ്യപുമാനെന്നറികമാം. സരസമനുസര സദയമയി തവ വശാനുഗം സൗജന്യ സൗഭാഗ്യസാര സർവസ്വമേ. സരസിരുഹമുഖി ചരണകമലപതിദോസ്മ്യഹം തദം പാഹി മാം പാഹി മാം പാഹി മാം. വിവിധമിതി ദശവനനുസരണപൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം. ജനകജയം അവനൊടതിനിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിയിടിനാൾ. സവിതൃകുല തിലകനിലതീവ ഭീത്യാ ഭവാൻ സന്യാസിയായി വന്നിരുവരും കാണാതെ.
സഭയമതിവിനയമൊടു ശുനിവഹ വിരധ്വരെ സാഹസത്തോടുമാം കണ്ടുകൊണ്ടിലയോ. ദശവദന സുദൃഢമനുചിതമിതു നിനയ്ക്ക നീ തൽഫലം നീ താൻ അനുഭവിക്കും ദ്രുതം. ദശരഥ ജനിഷിത ശരദലിത വപുഷാ ഭവാൻ ദേഹം വിനായമലോകം പ്രവേശിക്കും. രഘുജനന തിലകനൊരു മനുജനിധി മാനസേ രാക്ഷസരാജ നിനക്കു തോറ്റം ബലാൽ. ലവണജലനിധിയെ രഘുകുല തിലകൻ ശ്രമം ലംഘനം ചെയ്യുമതിനില്ല സംശയം. ലവസമയമൊടു നിശിത വിശിക പരിപാദേന ലങ്കയും ഭസ്മമാക്കിയിടുമരക്ഷണാൽ. സഹജസുത സജീവ ഫലപതികളോടു കൂടവേ സന്നമാം നിന്നുടെ സൈന്യവും നിർണയം. അവനവനിപുണതരൻ അനിഭരനാശനൻ അധ്യധാതാവപേക്ഷിച്ചതു കാരണം. അവതരണം അവനിതലമതിലതിലതയാപരൻ ആശു ചെയ്തിടിനാൻ നിന്നെയൊടുക്കുവാൻ. ജനക നിർഭവരനു മകളായി പിറന്നേനകം ചെമ്മേയതിനൊരു കാരണഭൂതയായി. അറിക തവ മനസ്സി പുനരിനി വിരവിനോടു വന്നാശുമാം കൊണ്ടുപോം നിന്നെയും കൊന്നവൻ. ഇതിമിഥില നൃപതി മകൾ പുരുഷവചനങ്ങൾ കേട്ടേറ്റവും ക്രുദ്ധനായോരു ദശാനനൻ. അതിചബല കരഭുവി കരാളം കരവാളം ആശുഭൂപുത്രിയെ കൊല്ലുവാനോങ്ങിനോൻ. അതുപോലധികരണയോടും ഭർത്താരം പിടിച്ചടക്കിയിടിനാൾ. ഒഴികൊഴിക ദശവദന ശൃണുമമവജോ ഭവാൻ ഒല്ലാത കാര്യമോരായിക മൂഢ പ്രഭു. ത്യജമനുജ തരുണിയേയൊരുടയവരുമെന്നിയെ ദീനയായി ദുഃഖിച്ചതീവ കൃശാങ്കിയായി. പതിവിരഹ പരവശതയോടുമിക പരാലയെ പാർത്തു പാതിവൃത്യമാലംഭ്യ രാഘവം. പകലിരവു നിശിചരികൾ പരുഷവചനം കേട്ടു പാരം വശം കെട്ടിരിക്കുന്നതുമിവൾ. ദുരിതമിതിലധികമിഹ നഹി നഹി സുധർമ്മതേ ദുഷ്കീർത്തി ചേരുമോ വീരപുംസാം വിഭോ. സുരതനുജതിജഭുജ ഗാപ്സരോ ഗന്ധർവ സുന്ദരീ വർഗം നിനക്കൂ വശഗതം. ദശമുഖനമധികജളനാശുമണ്ടോദരീ ദാക്ഷിണ്യ വാക്കുകൾ കേട്ടു സലജ്ജനായി. നിശിചരികളോടു സദയം അവനു മുര ചെയ്തിതു നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ. ഭയജനന വചനമനുസരണ വചനങ്ങളും ഭാവവികാരങ്ങൾ കൊണ്ടും ബഹുവിധം. അവനി മകൾ അകതളിരഴി ചെങ്കലാക്കുവിൻ. അമ്പോടു 2 മാസം പാർപ്പനിയും ഇതിരജനി പരിചകളോടു ദശവദനനും പറഞ്ഞീർഷയോടന്തപുരം പുക്കുമേവിനാൻ. അധികഠിന പുരുഷതര വചന ശരമേൽക്കയാൽ ആത്മാവു ഭേദിച്ചിരുന്നിതു സീതയും അനുചിതം അടങ്ങുവിൻ നിങ്ങളെന്നപ്പോൾ ത്രിജടയും ആശു ചൊല്ലിയിടിനാൻ. ശൃണുവചനമിതു മമ നിശാചര സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ. സുഖരഹിത ഹൃദയമൊടുറങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേ നിദാനം ദൃഢം. അഖില ജഗദധിപനഭിരാമനാം രാമനും ഐരാവതോപരി ലക്ഷ്മണവീരനും ശരനികര പരിപതന ദഹന കണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും. രണശിരസി ദശമുഖനെ നിഗ്രഹിച്ച ശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും നൽകി. മഹിഷിയെയും അഴകിനോടു മടിയിൽ വെച്ചാദരാൽ മാനിച്ചു ചെന്നയോധ്യാപുരം മേവിനാൻ. കുലിശധരരിപു ദശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹ്രദം തന്നിലെ തിലരസവുമുടൽ മുഴുവനലിവിനോടണിഞ്ഞുടൻ ധൃത്വാ നളതമാല്യം നിജമൂർധനി. നിജ സഹജ സജീവസുത സൈന്യസമേതനായി നിർമഗ്നനായി കണ്ടു വിസ്മയം തേടിനേൻ. ഹരേ രാമ ഹരേ രാമ. സ്മിതമാതാജി. പ്രഭു. രജനി ചരകുലപതി വിഭീഷണൻ ഭക്തനായി
രജനിചര കുലപതി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചുമേവിനാൻ. കലുഷതകൾ കളവിനിഹ രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്രേ ദൃഢം. കരുണയൊടു വയമിതിനു കതിപയദിനം മുതാ കാത്തുകൊള്ളേണം ഇവളെ നിരാമയം. രജനിചര യുവതികൾ അതിത്രിജടാ വജോരീതി കേട്ടദ്ഭുത ഭീതി പൂണ്ടിനാർ. മനസി പരവശതയോ ഡുറങ്ങി നാരേവരും. മാനസേ ദുഃഖം കലർന്നു വൈദേഹിയും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ നമ്മൾ വളരെ മംഗളകരമായിട്ട് രാമായണത്തിൻ്റെ 22ാമത്തെ ദിവസം രാവണന്റെ പുറപ്പാടും രാവണന്റെ ഇച്ഛാഭംഗവും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചില്ല. പിന്നെ ത്രിജട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സീതാദേവിയെ ലക്ഷ്മി ദേവിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സേവിക്കാനും അവരൊരു സ്വപ്ന കഥ പറഞ്ഞു. ഇതേപോലെയൊക്കെയാണ് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് മറ്റു രാക്ഷസ സ്ത്രീകളെ അവിടെ നിന്ന് ഒരു കണക്കിന് ഓടിച്ചു. അങ്ങനെ സീതാദേവിക്കൊന്ന് ഒരു അയവുണ്ടായി. ഇത്രയും ഭാഗങ്ങളാണ്. ഇനി അങ്ങോട്ട് ഹനുമാൻ ദേവൻ സീതാദേവിയെ നേരിട്ട് പോയി കാണുന്നതും അവർ തമ്മിൽ സംസാരിക്കും എന്നുള്ള ഭാഗങ്ങളാണ് വരുന്ന ദിവസങ്ങളിലുള്ളത്. അപ്പം സുന്ദരകാന്ഡം ആണ് എല്ലാവരും ടഫ് എന്ന് പറയുന്നെങ്കിലും അതേസമയം ഭക്തിയുടെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു ഭാഗമാണ് ഈ സുന്ദരകാന്ഡം എന്ന് പറയുന്നത്. അത് വളരെ രസമാണ്. എഴുത്തച്ഛൻ വളരെ മനോഹരമായിട്ട് അത് സമർത്ഥിച്ചിട്ടുണ്ട്. ആദ്യം വായിച്ച പോലെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിച്ച പോലെ എഴുത്തച്ഛൻ തന്നെ ഞാൻ അങ്ങയുടെ സേവകനാണ് എന്ന് ചരണാംബുജങ്ങളിൽ ഞാൻ അർപ്പിക്കുന്നു എന്ന് എഴുത്തച്ഛൻ തന്നെ എഴുതിയിരിക്കുന്നു രാമായണം. ഓരോ പ്രാവശ്യവും നമ്മൾ വായിക്കും തോറും ശ്രീരാമചന്ദ്രനോട് നമ്മൾ അടുത്ത് നിൽക്കുകയാണ്. ഹരേ കൃഷ്ണ. ഈ ഭാഗങ്ങളെ പറ്റി എന്ത് പറയുന്നു? ഹരേ കൃഷ്ണ. സ്മിതമാതാജി ഹരേ കൃഷ്ണ. നമ്മൾ നേരത്തെ കറക്റ്റ് സമയത്തിന് നിന്നു ആ ദിവസം. ഹരേ കൃഷ്ണ. മാതാജി സ്വാഗതം. ഹരേ കൃഷ്ണ. ഗോപിനാഥ് പ്രഭു ഹരേ കൃഷ്ണ സ്വാഗതം. സുശീം പ്രഭു സ്വാഗതം. ഹരേ കൃഷ്ണ. പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സീതാരാമചന്ദ്ര ലക്ഷ്മി ഭഗവാനി ഹനുമാനിക്ക് ജയ് ജയ്. പ്രത്യേകിച്ച് പോർഷനിലൊന്നും പറയാനില്ല പ്രഭു. പക്ഷെ അതിനകത്ത് ഒന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിജട ഓർമ്മിപ്പിക്കുന്നത് മറ്റ് രാക്ഷസ സ്ത്രീകളോട് ലക്ഷ്മി ദേവിയാണ്. അതുപോലെ തന്നെ മണ്ഡോദരി രാവണന്റെ അടുത്ത് ഓർമ്മിപ്പിക്കുന്നത് തെറ്റാണ്, സ്ത്രീയാണ്, ഉപദ്രവിക്കാൻ പാടില്ല. അത് കേട്ടിട്ടാണ്. ഇപ്പൊ രാവണൻ ഒരു സൈഡിൽ കൂടെ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ എന്ത് ചെയ്യാം, വേദപണ്ഡിതനാണ്. പക്ഷെ പ്രശ്നം എന്താ അറിയാമോ? അതാണ് ഇപ്പൊ ആനുകാലിക കാലഘട്ടത്തിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. വേദങ്ങളെല്ലാം അറിയുന്നവരാണ് ഏറ്റവും കൂടുതൽ കൊള്ളരുതായ്മകൾ ചെയ്യുന്നത്. എല്ലാം അറിഞ്ഞിട്ട് ഈ വേദങ്ങൾ അരച്ചു കലകി ഗുരുവായൂർ അമ്പലത്തിലൊക്കെ സപ്താഹം നടത്തുന്നവരെടുത്ത് ഭഗവാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഓരോ ഹോമത്തിനും അവർ വിളക്കിനും മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നു. ഭഗവാന്റെ ഫോട്ടോ വെക്കാൻ നോക്കിയാൽ അവർ പറയും ഇപ്പൊ ഭഗവാന്റെ ഫോട്ടോ ഒന്നും ആവശ്യമില്ല. ഹോമങ്ങൾ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്ന ശ്രദ്ധിച്ചോണം. അവരുടെ മനസ്സിലാണ് ഭഗവാൻ. അവിടെയാണ് തെറ്റ്. മനസ്സിലാണെങ്കിൽ ഒരു ഫോട്ടോ ഫ്രണ്ടിൽ വെക്കുന്നതിന് കുഴപ്പമുണ്ടോ? എന്തിനാ ക്ഷേത്രത്തിൽ? അപ്പം മനസ്സിലാണെന്ന് പറഞ്ഞിട്ട് എന്തർത്ഥത്തിലാണ് അവർ ഗുരുവായൂർ അമ്പലത്തിൽ സാക്ഷാൽ ഉണ്ണിക്കണ്ണനെ കീർത്തിക്കുന്നത്? എന്തൊരു വിരുദ്ധമാണ് കാണിക്കുന്നത്, ഭയങ്കര വിരുദ്ധമാണ്. അപ്പൊ കാശിന് വേണ്ടിയിട്ട്, പണസമ്പാദനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പൂക്കൾ കൊണ്ടിട്ട് പൂജാരിയാവുന്നത്. എനിക്ക് യോഗ്യതയില്ല വിമർശിക്കാൻ, ഞാൻ വിമർശിച്ചതല്ല, ഞാൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞു നിന്ന് മാത്രമേ ഉള്ളൂ.
ഇവിടെ ശ്രീരാമചന്ദ്രൻ ഭഗവാൻ തന്നെയാണ് ഭാഗത്ത് നോക്കുമ്പോൾ പറയുന്നത്, ഗോപികമാരുടെ അടുത്ത് പറയുന്നുണ്ട്, രാത്രി ഇറങ്ങി വരും ഭർത്താക്കന്മാരെ വിട്ടിട്ട്. ഭഗവാൻ ഇങ്ങനെ പിന്നെ പുല്ലാങ്കുഴലും ഫ്ലൂട്ടും, ആ സമയത്ത് ഏത് ഫ്ലൂട്ടാ വായിക്കുന്നത് കൃഷ്ണൻ അറിയാമോ? കൃഷ്ണന്റെ 3 ഫ്ലൂട്ട് ഉണ്ടായിരുന്നു, വംശി, പിന്നെ ഏതൊക്കെയാ? വംശി, അറിയില്ല പ്രഭു, എന്തോ അറിയില്ല. 3 ഫ്ലൂട്ട് ഉണ്ടായിരുന്നു. ഒന്ന് വംശിയാണ്, ഓരോ സമയത്താണ് ഇത് വായിക്കുന്നത്. ഞാൻ ഇത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായി ഓർമ്മയുണ്ടോ? ഒന്ന് മുരളി അങ്ങനെ എന്താ ആ, പറഞ്ഞു? മുരളി, വംശി, പിന്നെ ഒന്നുകൂടെ ഉണ്ട്. മുരളി കോമൺ ആയിട്ടുള്ളത് അല്ലേ? അതെ, ഞാൻ നോക്കി വെച്ച് പറയാം. അപ്പം അങ്ങനെ 3 ഫ്ലൂട്ടുകളുണ്ട്. ഈ ഫ്ലൂട്ട് വായിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഗോപികമാർ അവിടുന്ന് ഇറങ്ങി വരും. ഗോപികമാര്, അതായത് സ്ത്രീകൾ അവിടുന്ന് ഇറങ്ങി വരും. സ്ത്രീകൾ ഇറങ്ങി വരുമ്പം ഭഗവാൻ പറയും, നിങ്ങൾ വിവാഹിതരാണ്, ഈ അർദ്ധരാത്രിയിൽ എന്നെ കാണാൻ വരാൻ പാടില്ല, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ അടുത്ത് തിരിച്ചു പോകണം, ഞങ്ങൾക്ക് അങ്ങേ കാണാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയും, എന്നെ പ്രത്യക്ഷത്തിൽ നിങ്ങൾ ഇങ്ങനെ കാണുന്നത് വരെ എന്റെ വിഗ്രഹം ഉണ്ടാക്കി നിങ്ങൾ അതിൽ അർപ്പിക്കുക, ഞാൻ ആ വിഗ്രഹത്തിൽ ഉണ്ടാവുമെന്ന് ഭഗവാൻ പറയും. അത് സത്യമാണ്. അപ്പം ഒരു ലഡുഗോപാലിന്റെ കഥ പറയാം. ഒരു പ്രായമായ അമ്മ, ആ അമ്മയ്ക്ക് ചെറിയൊരു വിഗ്രഹം ഉണ്ടായിരുന്നു, ലഡുഗോപാലിന്റെ, അറിയത്തില്ലേ, ആ ഒരു ഉണ്ണിക്കണ്ണൻ. ഈ ഉണ്ണിക്കണ്ണൻ താഴെ വീണൊരു ദിവസം. ഈ അമ്മയ്ക്ക് വലിയ വിഷമം വന്ന്, എന്റെ ഉണ്ണിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു, താഴെ വീണിട്ടുണ്ട്, എന്തോ ഏനം തട്ടിയിരിക്കുന്നു, അതുകൊണ്ട് ഡോക്ടറെ കാണിക്കണം എന്ന് ഈ അമ്മ പറഞ്ഞു. അങ്ങനെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഉണ്ണി താഴെ വീണു, എന്റെ കയ്യിൽ നിന്ന് ഏനം തട്ടിയിരിക്കുന്നു, ഡോക്ടറെ ഒന്ന് വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞപ്പോ മകൻ തമാശക്കെടുത്തു. പക്ഷെ നിരന്തരമായ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ മകൻ ഡോക്ടറെ വിളിച്ചുകൊണ്ടെന്ന് പറഞ്ഞ അമ്മയ്ക്ക് എന്തോ തലയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു, അപ്പൊ അമ്മയെ ഒന്ന് സമാധാനിപ്പിച്ചേക്കാൻ പറഞ്ഞു ചെന്നിട്ട്. അങ്ങനെ ഈ ഡോക്ടർ വന്നിട്ട് ഈ ഉണ്ണിക്കണ്ണനെ കണ്ടിട്ട്, കുഴപ്പമൊന്നുമില്ല, ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ അമ്മ ചോദിച്ചു, ഡോക്ടറെ, നീ ഒരു ഡോക്ടറല്ലേ, പേഷ്യന്റിനെ എങ്ങനെയാണ്, രോഗിയെ എങ്ങനെയാണ് പരിശോധിക്കുന്നത്? ആ സ്റ്റെതസ്കോപ്പ് എടുത്ത് വെക്കണ്ടേ? ഈ സ്റ്റെതസ്കോപ്പ് എടുത്ത് വെക്കാതെ ഈ രോഗിക്ക് കുഴപ്പമില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും എന്ന് ആ പ്രായമായ അമ്മ ചോദിക്കുമ്പം അതൊരു തമാശ രൂപേണ എടുത്തിട്ട് ഈ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് ഇങ്ങനെ വെച്ചിട്ട് കുട്ടികൾ കളിക്കുന്നത് പോലെ ഈ ലഡുഗോപാൽ എന്ന വിഗ്രഹത്തിൽ വെച്ചു. ആ ഡോക്ടർ ഞെട്ടിപ്പോയി. സ്തംഭിക്കുന്നതിന്റെ, ഹൃദയമിടിപ്പിന്റെ ആ ശബ്ദം ഡോക്ടറുടെ സ്റ്റെതസ്കോപ്പിൽ കേൾക്കാമായി. അപ്പം ഭഗവാൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ഭഗവാൻ സർവചരാചരങ്ങളിലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഭഗവാൻ വിഗ്രഹത്തിൽ ഇല്ലാതില്ല? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ മനസ്സിലുണ്ട്, ശരിയാണ്, സർവചരാചരങ്ങളിലുണ്ട്, ശരിയാണ്, പിന്നെ എന്തുകൊണ്ട് നമ്മിൽ കാണുന്ന വിഗ്രഹത്തിൽ ഇല്ല? അപ്പൊ ആ വിഗ്രഹത്തെ നമ്മൾ മനസ്സിൽ കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഭംഗി, ഒരു മനോഹാരിത, ഒരു ഭവ്യത, അല്ലെങ്കിൽ ഒരു സ്നേഹം മുന്നിൽ ആ ഭഗവാന്റെ രൂപം വെക്കുമുണ്ടാവില്ലേ? എന്തുകൊണ്ട് ആ ഒരു യാഥാർത്ഥ്യം ഈ പറയുന്ന ഈ പൂജാരിമാർക്ക് അല്ലെങ്കിൽ വേദപണ്ഡിതന്മാർക്ക് ഉണ്ടാവില്ല? അവിടെയാണ് 2 വ്യത്യാസമുള്ളത്. പണ്ഡിതരും ഭഗവാനെ രാമനാമം ജപിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. 2 വാക്കുകൾ പറയുന്നുണ്ട്. ഇവർ 2 പേരും ഭക്തന്മാരാണെങ്കിലും, വേദങ്ങളിലൂടെ പാണ്ഡിത്യം നിറഞ്ഞിട്ടുള്ളവരാണെങ്കിലും, അവര് ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യതയോടെ ചെയ്യുന്നുണ്ടെങ്കിലും, ഭഗവാന്റെ നാമം ജപിക്കുന്നവർക്കാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ബ്രാഹ്മണനെ ഇഷ്ടമാണെന്ന് പറയുന്നത്. എന്തുകൊണ്ട്? വേദങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി അവരുണ്ട്,
അത് ഭഗവാനെ പഠിച്ചിട്ട് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ബ്രാഹ്മണനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരെല്ലാം ദ്വിജബന്ധുക്കൾ മാത്രമായിരിക്കും. ദ്വിജബന്ധുക്കൾ, ബ്രാഹ്മണന്റെ ബന്ധു, ബ്രാഹ്മണൻ എന്ന് പറയാനുള്ള യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല. ഏതൊരാൾക്കാണോ ഭഗവാനെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത്, ഏതൊരാൾക്കാണോ ഭഗവാൻ ആണ് പരമ്പൊരുൾ എന്ന് തിരിച്ചറിയുന്നത്, ഏതൊരാളാണോ ഭഗവാൻ പറയുന്ന മാതിരി ജീവിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും, അവനെ ബ്രാഹ്മണൻ എന്ന് പറയാം. അതിന് ഊണൂരിന്റെ ചിഹ്നത്തിന് പ്രസക്തിയില്ല. അവൻ ബ്രാഹ്മണനാണ്. ഹരേ കൃഷ്ണ. സുശീം പ്രഭു, ഹരേ കൃഷ്ണ. പ്രഭു വേണു മുരളി വംശി. വേണു മുരളി വംശി. പിന്നെ പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോ ഏതാണ്? എനിക്ക് പോകുന്ന പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ വേണു ആണ്. വേണു മുരളി വംശി. സുശീം പ്രഭു പറഞ്ഞോളൂ. സ്മിതമാതി നോക്കുമ്പോഴത്തെ സുശീം പ്രഭു കേൾക്കുന്നുണ്ടോ? അത് എന്റെ വീട്ടാണ്. അല്ല, പ്രഭു, ഞാൻ ഈ ഭാഗവതം വായിച്ചു വന്നപ്പോ ഈ കപിലദേവന്റെ ഭാഗം വരുന്നുണ്ട്. ദേവഹൂതിയും മകനും അമ്മയുമായിട്ടുള്ള സംഭാഷണം. ഭഗവാനായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഭഗവത്ഗീതയിൽ ഇതിനകത്തും ഉണ്ട് കുറച്ച് ഭാഗം ഭഗവാൻ പറയുന്നത്. ഒരെണ്ണം പറയുന്നതാണ്, ജനന മരണങ്ങളുടെ തീവ്ര ഭയം ഒഴിവാക്കാൻ എന്നിലല്ലാതെ ആരിൽ അഭയം പ്രാപിച്ചാലും സാധ്യമല്ല. കാരണം ഞാൻ സർവശക്തനായ ഭഗവാനും പരമദിവ്യോത്തമ പുരുഷനും സർവ സൃഷ്ടികളുടെയും സ്രോതസ്സും എല്ലാ ആത്മാക്കളുടെയും പരമാത്മാവുമാകുന്നു. അങ്ങനെ കുറെ കാര്യം പറയുന്നുണ്ട്. എന്റെ പരമാധീശത്താൽ എന്നോടുള്ള ഭയം നിമിത്തമാണ് കാറ്റ് വീശുന്നത്. എന്നോടുള്ള ഭയം നിമിത്തമാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. മേഘങ്ങളുടെ ദേവനായ ഇന്ദ്രൻ മഴ വർഷിപ്പിക്കുന്നത് എന്നോടുള്ള ഭയം മൂലമാണ്. അഗ്നി ജ്വലിക്കുന്നതും എന്നോടുള്ള പേടി കൊണ്ടാണ്. മൃത്യു അതിന്റെ കൃത്യം പോകുന്നതും എന്നോടുള്ള ഭയത്തിലാണ്. ഭഗവാൻ പറയുന്നു, ഭഗവാൻ ആയിട്ടാണ് കപിലം ദേവൻ സംസാരിക്കുന്നത്. 3-ാം സ്കന്ധത്തില് 2-ാം അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകം. വളരെ ഇൻട്രസ്റ്റിംഗ് ശ്ലോകങ്ങളായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വായിച്ചതേ ഉള്ളൂ. അതേ വാക്കുകൾ തന്നെയാണ് ഞാൻ ഭഗവത്ഗീതയിൽ വായിച്ചുകൊണ്ടിരിക്കുന്നതും കിട്ടിയത്. കറക്റ്റാണ്. കോയിൻസൈഡ് ചെയ്ത് വരുന്നത് കറക്റ്റാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെയല്ലേ പറയുന്നത്. ഇതിനകത്ത് വേറെ രീതിയിലാണ് വരുന്നത്. ഇത് കപിലദേവനായിട്ട് കപിലദേവനായ അമ്മയോട് പറയുന്നതാണ്. കറക്റ്റാണ്. 3-ാം അധ്യായം 3-ാം സ്കന്ധം 2-ാം ഭാഗം 2-ാം അധ്യായം 25 അധ്യായം 25 3-2 അധ്യായം 25. അതായത് 2-ാം സ്കന്ധം. സുശീൽ പ്രഭു, അത് മറ്റേ ശ്ലോകവും അതിന്റെ അർത്ഥം ഉണ്ടോ ആ ബുക്കില്? ഉണ്ട്. ഞാൻ അർത്ഥം മാത്രമേ വായിച്ചെന്നേ ഉള്ളൂ. ആരുടെ ബുക്ക് അത്? 45 നമ്മളുടെ ഇസ്കോണിന്റെ ഭാഗവതം. അതെ, ഓക്കെ. ഭാഗവതത്തില് 2 വോളിയം ഉണ്ട്. 3-ാം സ്കന്ധത്തില്. അതിൽ 2-ാമത്തെ വോളിയത്തിലാണ് ഇതുള്ളത്. 2-ാമത്തെ വോളിയത്തിൽ അധ്യായം 25 41-ാമത്തെ ശ്ലോകം. അതായത് അമ്മയും മകനുമായിട്ട് അപ്പം കപിലദേവനായിട്ട് ഭഗവാൻ അവതരിച്ചിട്ട് ആണ് അമ്മയോട് പറയുന്നത് ഞാനാണ് ഇതെല്ലാം എന്നുള്ളത്. അപ്പൊ അങ്ങനെ നേരിട്ട് സംസാരിക്കുന്നുണ്ട് ഭാഗവതത്തിനകത്ത്. മറ്റേ ഭഗവത്ഗീതയിലാണല്ലോ നമ്മൾ സാധാരണ കാണുന്നത്. ഞാനിപ്പം ഇപ്പോഴാണ് കാണുന്നത് ഇങ്ങനെ ഒരു അത് ഞാൻ ചോദിച്ചത് ഏതാ പബ്ലിക്കേഷൻ? ഇസ്കോണിന്റെ ആണോ അതോ? ഇസ്കോണിന്റെ ആണ് ഭാഗവതം. ഇസ്കോണിന്റെ 13 വോളിയം ഉള്ളതിൽ എല്ലാ വോളിയവും മേടിച്ചിട്ടുണ്ട്. അതിലിപ്പം ഞാൻ 3-ാമത്തെ വോളിയത്തിൽ എത്തിയുള്ളൂ.
ഓ ശരി ശരി. അല്ല അർത്ഥം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കുമ്പോ മനസ്സിലാവൂല. അതാ ചോദിച്ചല്ലോ. ശ്ലോകം ഒരു രക്ഷയില്ല. അതാ ശ്ലോകം ചോദിച്ചത്. രണ്ടാമത്തെ മൂന്നാമത്തെ ഇത് ഞാൻ ഫോട്ടോ എടുത്തിട്ടേക്കാം വേണമെങ്കിൽ. ആ എന്നിട്ട് അതിട്ടേക്കാം, ഫോട്ടോ എടുത്തിടാം. കാരണം അത് ബുക്ക് ആയതുകൊണ്ട്. ആ മാതാജിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. പിതാ മാതാജിക്ക് അതെ അതെ. സ്മിതമാതാജി കണ്ടുപിടിക്കുമ്പോഴത്തേന് ഇവിടെ പറയുന്നുണ്ട് ബ്രഹ്മസംഹിത ചെറുപറല്ലേ കണ്ടുപിടിക്കുന്നത്. പ്രഭു മലയാളം ഇല്ലല്ലോ. ആ മലയാളമാണ്, ഇത് മലയാളമാണ്. ഇംഗ്ലീഷ് എനിക്ക് ഓക്കെ. മലയാളം. മലയാളം നമ്മൾ ഇതുവരെയും ഇതിൽ വന്നിട്ടില്ലല്ലോ. ഭഗവത്ഗീത മാത്രമല്ലേ ഉള്ളൂ. ആ ഇല്ല. ഓക്കെ, അപ്പൊ ഞാനത് എടുത്തിടാം. നോ ഇഷ്യൂ. പ്രഭു പറയുന്നു ബ്രഹ്മസംഹിതയില് വേണും കൊണന്തമരവിന്ദ ദളായതാക്ഷം ബഹുദാ സുന്ദരാംഗം അന്തർപ്പകോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ബ്രഹ്മാവ് പറയുന്ന ശ്ലോകമാണ്. വീണും കൊണന്തം. വീണു ഭഗവാന്റെ ഐ സിംഗ് അബൌട്ട് ഗോവിന്ദ ദ പ്രമേവൽ ഗോഡ് ഹൂ പ്ലേസ് ദ ഫ്ലൂട്ട്. എപ്പോഴും ഓടക്കുഴൽ വായിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനകത്ത് വേണുവാണ് പശുക്കളെ മേയ്ക്കാൻ പോകുമ്പം, ഗോക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ വേണു. അത് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഈ ഭഗവാൻ വംശി ഊതുന്നത്. ഗോപികമാരോടൊത്ത് പോകുമ്പോഴാണ് മുരളി എന്ന ഓടക്കുഴൽ വായിക്കുന്നത്. അപ്പം ഈ മൂന്നെണ്ണമാണ് ഈ അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം വംശി വായിക്കും. അപ്പൊ അന്നേരം എന്താ സംഭവം അറിയാമോ? അത് വേറൊരു ട്രിക്കാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് വംശി വായിക്കുമ്പോഴത്തേന് ഗോപികമാരിലേക്ക് വന്നോളൂ. അത് വേറെ രസം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ഫ്ലൂട്ട് വായിച്ചുകൊണ്ട് റോഡേ പോകുമ്പോഴാണ് പിന്നെ ഗോപസ്ത്രീകൾ വരുന്നതും തിരിച്ചയക്കുന്നതും ഒക്കെ. നിങ്ങൾ പാതിരാത്രി നിങ്ങൾ വിവാഹിതർ ഇങ്ങോട്ട് വരരുത്, എന്നെ കാണാൻ വരരുതെന്ന് പറഞ്ഞയക്കും. അപ്പം വിഗ്രഹം, ഭഗവാന്റെ വിഗ്രഹം കൊണ്ട് തന്നെ, അതായത് ഈ വിഗ്രഹം തന്റെ കുഞ്ഞുനാളിൽ ശീലപ്രഭുപാദർക്ക് കിട്ടിയത് കൊണ്ടാണ് ആ വിഗ്രഹത്തിനോട് സ്നേഹം തോന്നുകയും ആ ഭഗവാനെ ആരാധിക്കുകയും ഭഗവാനെ നേരിട്ട് കാണുകയും ഈ ലോകം മുഴുവൻ ഭഗവാനെ കൊണ്ട് പറഞ്ഞു കൊടുക്കുകയും. ആ കീർത്തനമൊക്കെ നോക്കണം. അതായത് പ്രഭുപാദരുടെ ബയോഗ്രഫി അല്ലെങ്കിൽ പ്രഭുപാദരുടെ കീർത്തനം എന്നുള്ള അമേരിക്കൻ നാളുകളിലൊക്കെ ഉള്ള അത് സത്യം പറഞ്ഞ ഒരു പടുകിളവനാണ്, ഒരു ദുർബല ശരീരമാണ്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ കാണിക്കുന്ന ഇതിനകത്ത് ഇത് കേട്ടോണ്ട് ആ യൂറോപ്യൻ സായിപ്പന്മാര് മൊത്തം തുള്ളിച്ചാണെന്ന് കാണുമ്പം നമുക്ക് അതിശയം വരും. അദ്ദേഹം ഒരു മാജിക്കുകളും ജീവിതത്തിൽ കാണിച്ചിട്ടില്ല. ഇന്ന് കാണിക്കുന്ന പോലെ ഇന്ന് നമ്മുടെ പോകത്തില്ല, പല അവതാരങ്ങളും വന്നിട്ടുണ്ട് നമ്മുടെ മുന്നിൽ. അപ്പം അദ്ദേഹം ഭസ്മം എടുത്തു തന്നു അല്ലെങ്കിൽ മറ്റു, ഞാൻ അതുമല്ല പറയുന്നത്. ഒരു മാജിക്കുകളും ജീവിതത്തിൽ ശ്രീലപ്രഭുപാദര് ഒരു മനുഷ്യനോട് ഒരു മാജിക്കും കാണിച്ചില്ല. അദ്ദേഹം ആകെ വായിച്ചിട്ടുള്ളത് ഭാഗവതവും ഭഗവത്ഗീതയും ചൈതന്യ ചരിതാമൃതവും ഒക്കെ മാത്രമേ. എന്നിട്ട് ഇത്രയധികം ആൾക്കാർ ആ ദുർബല ശരീരത്തിനോട് പിന്തുണ പുറകെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സത്യമായിട്ട് അവർക്ക് അനുഭവമായതുകൊണ്ടല്ലേ. വേറൊന്നും അദ്ദേഹം കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കൊടുക്കാൻ ഒരു പണവും ഇല്ലായിരുന്നു. ആകെ കൊടുത്തിട്ടുള്ളത് ആ പ്രസാദവും നിര്യേതി ശിഷ്ടവും ഒക്കെ മാത്രമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ വ്യവസായ പ്രമുഖർ പോലും എല്ലാം കളഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൂടെ വന്നു എന്ന് പറയുമ്പം അവിടെയാണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത്. ആ ഒരു റിയലൈസേഷനാണ് വേണ്ടത്. ഹരേ കൃഷ്ണ. പ്രഭു എന്താ പറയുന്നത്? എന്റെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണേ, എന്റെ ഓടക്കുഴലില്ല, കൊറോണ. അത് എന്റെ കൂടെ അല്ല ആൻസർ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എല്ലാവർക്കും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളെന്തുകൊണ്ടാ ഫോട്ടോ എടുക്കുന്നത്? ആള് മുന്നിലില്ലേ, പിന്നെ എന്തിനാ നമ്മൾ ഫോട്ടോ എടുത്തു വെക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ഫോട്ടോ നമ്മൾ എടുത്തു വെക്കും, പിന്നീട് നമ്മൾ കാണും, നോക്കും, അല്ലെ? അതുപോലെയാണ് ഭഗവാന്റെ രൂപത്തിനെ കുറിച്ച് ഭഗവാന്റെ ഡിവോട്ടീസ് വർണ്ണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഭഗവാനുള്ളത്. അപ്പൊ അത് നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരുന്നത്. നമുക്ക് ഭഗവാനെ നേരിട്ട് കാണാനുള്ള യോഗ്യതയില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ ഭഗവാന്റെ മേഴ്സി കൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്നു. അപ്പൊ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാനും ഭഗവാനെ കാണാനും ഭഗവാനെ സേവ ചെയ്യാനും നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ നമുക്ക് വരുന്നത്. അപ്പൊ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ഫോട്ടോ എടുത്ത് വെക്കുന്നു, അതുപോലെ നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ
വിഗ്രഹം നമ്മള് എന്താ പറയാ പൂജിക്കുന്നു, കാണുന്നു. വളരെ സത്യം. അതിനും സിമ്പിൾ ആയിട്ടൊരു കാര്യം ഞാൻ പറയാം. സുമാരിയുടെ വീട്ടിൽ പോകുമ്പോഴേ ശ്രദ്ധിച്ചിട്ടുണ്ടോ വലിയൊരു ഫോട്ടോ വെച്ചിരിക്കുന്നത്? വളരെ കുഞ്ഞുനാളിലെ ഉള്ള ഫോട്ടോകൾ മുതൽ അല്ലേ, നമ്മൾ എത്ര മനോഹരമായിട്ട് സന്തോഷത്തോടെ അത് കാണുന്നത് അല്ലേ? ശരിയല്ലേ? ഇത്രയേ ഉള്ളു കാര്യം. നമ്മളത് വെക്കുമ്പം ഭഗവാന്റെ ലീലകളെല്ലാം നമുക്ക് ഓർമ്മ വരും. അപ്പോൾ നമുക്ക് അറിയാതെ നമ്മൾ കൈകൾ കൂപ്പും. ഭഗവാൻ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളത് കുട്ടികൾ ഈ ചോറും കറിയും വെച്ച് മണ്ണിൽ വെച്ച് കളിക്കുന്നതിനൂട്ട് നമ്മൾ വെക്കും. പ്രഭുപാദർ അങ്ങനെ കളിച്ചാണ് വളർന്നത്. ഒരു ചെറിയൊരു വിഗ്രഹത്തെ, തൻ്റെ അച്ഛനും അമ്മയും കൊടുത്ത വിഗ്രഹത്തെ, രാധാകൃഷ്ണ വിഗ്രഹത്തെ വെച്ച് വന്നിട്ടാണ്. അതുകൊണ്ടാണ് പ്രഭുപാദർക്ക് അത്രയും അനുഗ്രഹം ഉണ്ടായത്. ഭഗവാനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരിക്കല് സമയം ഉണ്ടാകേണ്ട സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സംസാരിക്കത്തില്ല. ബോറടിക്കുന്നുണ്ടോ? ഒരിക്കല് പ്രഭുപാദര് ഒരിടത്ത് സ്പീച്ച് ചെയ്യാൻ പോയി, സംസാരിക്കാൻ പോയപ്പം 5-6 കസേരകൾ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രഭുപാദർ ഉടനെ വിളിച്ചു പറഞ്ഞു, സ്റ്റേജിൽ കയറിയിട്ട് ഇരിക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു, ഒരു കസേരയും കൂടെ കൊണ്ടിടാൻ പറഞ്ഞു. സംഘാടകർ അതിശയിച്ചു പോയി. സംഘാടകർ പറഞ്ഞു, ഇല്ല, എല്ലാവരും വന്നിട്ടുണ്ട്, അവർക്കെല്ലാം കസേര ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പ്രഭുപാദർ വീണ്ടും ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു, ഒരു കസേരയും കൂടെ കൊണ്ടിടാൻ പറഞ്ഞു. പ്രഭുപാദരല്ലേ പറഞ്ഞത്, ഗുരു അല്ലേ പറഞ്ഞത്, ആചാര്യനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് ഈ സംഘാടകര് ഒരു ചെയറും കൂടെ കൊണ്ടിട്ടു. എന്നിട്ട് മാത്രമാണ് പ്രഭുപാദര് തൻ്റെ കസേരയിൽ ഇരുന്നത്. അതിനുശേഷം പ്രഭുപാദര് പറഞ്ഞത്, ആ വേദിയിൽ നാരദ മഹർഷി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പ്രഭുപാദര് നേരിട്ട് കണ്ടു വന്നായിരുന്നു. ഇതൊക്കെ ഒരു റിയലൈസേഷനാണ്. ആ നാരദ മഹർഷിക്ക് വേണ്ടിയിട്ടാണ് കസേര വിടാൻ പറഞ്ഞത്. വളരെ അതിശയമാണ്. അതുപോലെ തന്നെ വേറൊരു അനുഭവമുണ്ട്. ഗുരു മഹാരാജ് മുംബൈയിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. മഹാരാജ് എവിടെയോ തന്നെ ദേവദാസ്വാമി ദേവദാസ്വാമി മഹാരാജ് എവിടെയോ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ശിഷ്യ ഇങ്ങനെ വിളിച്ചു നോക്കുന്നു, എൻ്റെ ഭർത്താവ് ഹോസ്പിറ്റലിലാണ്, ക്രിട്ടിക്കൽ കണ്ടീഷനാണ്, മെഡിക്കൽ ഹിസ്റ്ററി മൊത്തവും എഴുതി തള്ളിയിരിക്കുകയാണ്, ഇനി അവിടുന്ന് അനുഗ്രഹിക്കണം, രക്ഷപ്പെടില്ലേ എന്ന് ചോദിക്കുമ്പം ഗുരു മഹാരാജാവ് പിന്നെ ഈ ദേവദാസ്വാമി മഹാരാജ് ആ തലയ്ക്ക് ഇരുന്നുകൊണ്ട് രക്ഷപ്പെടില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു മഹാരാജ്. പക്ഷെ ചോദിച്ചത് ഭഗവാനോടാണ്. അടുത്തിരിക്കുന്ന ആള് ഞാൻ അതിശയിക്കും, രക്ഷപ്പെടില്ലേ? ആ രാത്രി എല്ലാ മെഡിക്കൽ ശാസ്ത്രത്തെയും അതിശയിപ്പിച്ചുകൊണ്ട് ആ ശിഷ്യയുടെ ഭർത്താവ് രക്ഷപ്പെട്ടു. ആ ക്വസ്റ്റ്യൻ ഭഗവാനോടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ, സെക്കൻഡ് വേൾഡ് വാർ, ആ സമയത്ത് കൽക്കട്ട ബോംബിടാൻ തീരുമാനിച്ചിരുന്നു. കൽക്കട്ടയിൽ ബോംബിടാൻ തീരുമാനിച്ചിരുന്നു രണ്ടാം ലോക മഹായുദ്ധ കാലത്ത്. എല്ലാവരും ഭയചകിതരായിരിക്കുന്ന സമയത്ത് എല്ലാവരോടും കുറെ പേരൊക്കെ പലായനം ചെയ്തു. പ്രഭുപാദര് തെരുവില് മധ്യത്തില്, ഇന്നങ്ങനെ അവസാനമാണെങ്കിൽ ഭഗവാന്റെ നാമം ചൊല്ലി തീരാം എന്ന് പ്രഭുപാദര് തീരുമാനിച്ച് അവിടെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒന്നും ഉണ്ടായില്ല. ഇതൊക്കെ റിയലൈസേഷനാണ്. ഇതൊക്കെ അടുത്ത കാലത്ത് നടക്കുന്ന റിയലൈസേഷനാണ്. ഹരേ കൃഷ്ണ. അപ്പം ഇങ്ങനെയാണ്. അപ്പം ശ്രീരാമചന്ദ്രൻ പോകുമ്പം ഈ സ്വപ്നം കണ്ടതും കറക്റ്റാണ്, അതും നമുക്ക് വിശ്വസിക്കാം. ശ്രീരാമചന്ദ്രൻ കണ്ട സ്വപ്നങ്ങളും ത്രിജട കാണുന്ന സ്വപ്നമൊക്കെ വളരെ റിയലാണ്. അത് നമുക്ക് എഴുതി തള്ളേണ്ട കാര്യമില്ല. ഹരേ കൃഷ്ണ. അപ്പം സമയമൊക്കെ ആയി. ശ്രീജ റാണി മാതാജി വന്നതിൽ സന്തോഷം. ഞങ്ങൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്ന് വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഹരേ കൃഷ്ണ. ഒന്ന് വരുന്നത് നല്ലതാണ് അല്ലേ? സുശീം പ്രഭു ഹരേ കൃഷ്ണ. ട്രാവലിങ്ങിലാണെന്നുള്ള മെസ്സേജ് ഇട്ടിരുന്നു. മാതാജി ഇവിടെ ഇട്ടിരുന്നു. ഉണ്ണിസ്കാൾഡ് വേണു മുരളി വാംശി. ഹരേ കൃഷ്ണ. അപ്പൊ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. എവിടെ സിഗ്നൽ എവിടെ?